ഹലോ, ഫൈനലി ഞങ്ങൾ ഗെയിം ഡ്രൈവിനായിട്ട് ലേക്ക് നാക്രു നാഷണൽ പാർക്കിലെത്തി. അപ്പോൾ ഈ ലേക്ക് നാക്രു നാഷണൽ പാർക്ക് റൈനോസറസിന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള നാഷണൽ പാർക്കാണ്. അപ്പോൾ ഞങ്ങൾ റൈനോസിനെ സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞങ്ങളുടെ ഇന്നത്തെ ഗെയിം ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തത്. റൈനോസ് മാത്രമല്ല കേട്ടോ ഈ നാഷണൽ പാർക്കിലുള്ളത്. സീബ്ര, ജിറാഫ്, ലയൺ, ലെപ്പേർഡ്, ചീറ്റ ഒക്കെ നമുക്ക് ഈ നാഷണൽ പാർക്കിലുണ്ടെന്നാണ് പറഞ്ഞത്. മസായ് മാര നാഷണൽ റിസർവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ നാഷണൽ പാർക്ക് വളരെ ചെറുതാണ്. അതുപോലെ തന്നെ മസായ് മാരയിൽ നമ്മൾക്ക് കൂടുതലും ഗ്രാസ് ലാൻഡ്സ് ആണ് കാണാൻ പറ്റിയിരുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് വലിയ മരങ്ങളൊക്കെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അനിമൽസിനെ സ്പോട്ട് ചെയ്യാൻ മസായ് മാരേക്കാളും കുറച്ച് ടഫാണ് ഈ ലേക്ക് നാക്രൂൽ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നേരെ പോകുന്നത് ആ ലേക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ലേക്കിൻ്റെ അവിടെ നമുക്ക് ഒത്തിരി ഫ്ലെമിംഗോസിനെയും പെലിക്കൻസിനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റും. പോകുന്ന വഴിക്ക് നമുക്ക് വളരെ ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. നിറയെ സീബ്രാസിനെ നമ്മൾക്ക് എപ്പോഴെപ്പോഴും കാണാൻ പറ്റിയിരുന്നു. അങ്ങനെ ഞങ്ങൾ ലേക്കിൻ്റെ അവിടെ എത്തി. അപ്പോൾ ഞങ്ങളൊരു ഈവനിങ് ടൈമിലാണ് ഞങ്ങൾ എത്തുന്നത്. അപ്പോൾ നമുക്കവിടെ കുറേ പെലിക്കൻസിനെ കാണാൻ പറ്റി. ഫ്ലെമിംഗോസിനെയും ഞങ്ങൾ കണ്ടിരുന്നു, പക്ഷേ വിചാരിച്ചത്ര എണ്ണം അവിടെ ഉണ്ടായിരുന്നില്ല. സംടൈംസ് നമുക്ക് മോർണിംഗിലായിരിക്കും കാണാൻ പറ്റുന്നത്, ചില ദിവസങ്ങളിൽ ഈവനിങ്ങിലാണ് നമുക്ക് നിറയെ ഫ്ലെമിംഗോസിനെ കാണാൻ പറ്റുന്നത്. ഫൈനലി ഞങ്ങൾ റൈനോസറസിനെ കണ്ടു കേട്ടോ. അപ്പോൾ ഇതൊരു അമ്മ റൈനോസറസും അതിൻ്റെ കൂടെ നമുക്കൊരു ബേബി റൈനോസറസിനെയും കാണാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ സൺസെറ്റായ നേരം നോക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയി. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഗെയിം ഡ്രൈവൊക്കെ അവസാനിപ്പിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലെത്തി. നാളെ മോർണിംഗും ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഗെയിം ഡ്രൈവ് ഉണ്ട്. അപ്പോൾ മോർണിംഗിലത്തെ ഗെയിം ഡ്രൈവൊക്കെ ഫിനിഷ് ചെയ്തിട്ട് ഞങ്ങൾ ശേഷം നൈറോബിയിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ നൈറോബിയിൽ ഞങ്ങൾക്ക് ഒരു 1 ഡേ സ്റ്റേ ഉണ്ട്. അതിനുശേഷം നൈറോബിയിൽ നിന്ന് ഞങ്ങൾ സ്ട്രെയിറ്റ് പോകുന്നത് അംബോസിലി നാഷണൽ പാർക്കിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസത്തെ ഗെയിം ഡ്രൈവൊക്കെ ഫിനിഷ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ നൈറോബിയിലെത്തി. അപ്പോൾ ഇതാണ് കേട്ടോ നൈറോബിയിൽ ഞങ്ങൾ എടുത്തിരിക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റാണ് ഞങ്ങൾ എടുത്തിരുന്നത്. ഒരു 2 ബെഡ്റൂം അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അപ്പോൾ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഹാളും അതുപോലെ തന്നെ കിച്ചണും അതിൻ്റെ കൂടെ തന്നെ 2 ബെഡ്റൂമും കൂടിയും ഉണ്ടായിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റ് വളരെ സ്പേഷ്യസും വളരെ നീറ്റായിട്ടുള്ളൊരു അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അവിടേക്ക് പൂളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ട് മക്കൾ പൂളിലൊക്കെ ഇറങ്ങി എൻജോയ് ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ നേരെ പോകുന്നത് നൈറോബി ജിറാഫ് സെൻറ്ററിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ജിറാഫിനെ കൺസർവ് ചെയ്യുന്നൊരു സെൻറ്ററാണ്. ഇവിടെയുള്ള ജിറാഫ് എന്ന് പറയുന്നത് റോത്ത്ഷീൽഡ് എന്ന് പറയുന്നൊരു ഇനത്തിൽപ്പെട്ടിട്ടുള്ള ജിറാഫാണ് കേട്ടോ. അപ്പോൾ 4 സ്പീഷീസ് ഓഫ് ജിറാഫ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിൽ റോത്ത്ഷീൽഡ് ഒരു എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസാണ്. അപ്പോൾ ഇതാണ് അവരുടെ എൻട്രൻസ്. നമ്മളുടെ ബാഗൊക്കെ ചെക്ക് ചെയ്യും. അതിൽ എന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അവരവിടെ വെക്കും. നമുക്ക് റിട്ടേൺ വരുമ്പോൾ എടുക്കാം. ഞങ്ങളവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളുടെ കൈയൊക്കെ നല്ലപോലെ വാഷ് ചെയ്യാൻ പറഞ്ഞു. കൈ അപ്പോൾ സോപ്പും വെള്ളമൊക്കെ ഉപയോഗിച്ച് നല്ലപോലെ വാഷ് ചെയ്തിട്ട്, കാരണം നമ്മൾ ജിറാഫിനെ ഫീഡ് ചെയ്യാൻ പോവാണല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും അഴുക്കോ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജിറാഫിന് അതൊരു അസുഖമാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഫീഡ് ചെയ്യാനുള്ള സംഭവം അവർ നമുക്ക് ഇവിടുന്ന് തരും. അവരുടെ ഫുഡ് പെല്ലറ്റ്സ്, അത് ഗ്രാസൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫുഡ് പെല്ലറ്റാണ്. അപ്പോൾ അവർ തരുന്ന പാത്രം എന്ന് പറയുന്നത് നമ്മുടെ ചിരട്ടയിലാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര സസ്റ്റൈനബിലിറ്റി ആയിട്ട് നോക്കുന്ന ഒരു സെൻറ്ററാണിത്. അപ്പോൾ നമ്മൾക്ക് അവിടെ നിന്ന് ഒരാൾക്ക് ഒരു ചിരട്ട എന്ന കണക്കാണ് അവർ തരുന്നത്. അപ്പോൾ നമ്മളതും കൊണ്ട് നേരെ പോകുന്നത് ജിറാഫിനെ ഫീഡ് ചെയ്യാനാണ് കേട്ടോ.
അങ്ങനെ ഞങ്ങൾ ജിറാഫിൻ്റെ സ്ഥലത്തെത്തി. അപ്പോൾ ഇവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട്, പ്ലീസ് വാച്ച് ഔട്ട് ഫോർ ജിറാഫ് ഹെഡ് ബട്ട്സ്. ചില സമയത്ത് ജിറാഫ് തല വെച്ചിട്ടിരിക്കും, അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നവർ എഴുതി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വിസിറ്റേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. ആദ്യം ജിറാഫിനെ കാണുമ്പോൾ നമുക്ക് ഫീഡ് ചെയ്യാൻ കുറച്ച് പേടിയുണ്ടായിരുന്നു. പിന്നീട് ഇത് കൊടുത്ത് നമുക്കതൊരു ശീലമായിട്ടോ. ജിറാഫ് ഇങ്ങനെ നാക്ക് നീട്ടും. ചില ആൾക്കാർക്ക് ഒട്ടും പേടിയില്ലാതെ തന്നെ അവർ കൊടുക്കുന്നുണ്ട്. നമ്മുടെ കൂടെ അവിടെ ഗൈഡ് ഉണ്ട്, അവർ നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഇവിടെ നോർമലി ഇപ്പോൾ പ്രസൻ്റ്ലി 11 ജിറാഫാണ് ഈ ഒരു സെൻറ്ററിലുള്ളത്. 4 ജിറാഫ് എന്ന് പറയുന്നത് അവിടുത്തെ സ്ഥിരമായിട്ടുള്ളൊരു മെമ്പേഴ്സാണ്. ഒരു മെയിൽ ജിറാഫും 3 ഫീമെയിൽ ജിറാഫ്സാണുള്ളത്. അവരുടെ മക്കളാണ് ഈ ബാക്കിയുള്ള എണ്ണം ജിറാഫ്. അപ്പോൾ അവർക്കൊരു 2-2.5 വർഷമായി കഴിയുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഫോറസ്റ്റ് ഉണ്ട്. ആ ഫോറസ്റ്റിലേക്ക് ഇവർ റിലീസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഇവർ ഈ ജിറാഫിനെ കൺസർവ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇതാണ് കേട്ടോ അവിടുത്തെ മെയിൽ ജിറാഫ്. ഇവൻ്റെ പേരാണ് എഡ്ഡി എന്നായിരുന്നു പേര്. ബാക്കിയുള്ള ബേബി ജിറാഫ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ ഫീമെയിൽ ജിറാഫ്സും ഉണ്ടായിരുന്നു. ഫീഡിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ ചെറിയ രീതിയിലുള്ളൊരു ക്ലാസ് ഉണ്ടായിരുന്നു ഈ സെൻറ്ററിനെ കുറിച്ചിട്ടും അതിലുള്ള ജിറാഫുകളെ കുറിച്ചിട്ടും. അതുപോലെ തന്നെ ജിറാഫിൻ്റെ സ്കെലിറ്റൺ, ഇത് അവരുടെ ജോ ലൈനാണ്. അതുപോലെ തന്നെ ഇത് കാലുമേലത്തെ എല്ലാണ് കേട്ടോ. അതൊക്കെ കണ്ടതിന് ശേഷം അവിടെ അടുത്തൊരു നേച്ചർ വാക്ക് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ജിറാഫ് സെൻറ്ററിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഒരു കാട് പോലത്തെ ഒരു സ്ഥലം. ഇതിൽ കൂടെ ഇങ്ങനെ ഭയങ്കര രസമായിരുന്നു നടക്കാനായിട്ട്. ഒരു നേച്ചർ വാക്ക് ട്രെയിൽ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിൽ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ പോകുന്നത് നൈറോബി നാഷണൽ മ്യൂസിയം കാണാനാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നൈറോബി നാഷണൽ മ്യൂസിയത്തിലെത്തി. മ്യൂസിയത്തിൽ നമുക്ക് ആനിമൽസിൻ്റെ കുറേ സ്കെലിറ്റണും അതുപോലെ തന്നെ അവരെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ആഫ്രിക്കയിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരുവിധ എല്ലാ ആനിമൽസിനെയും ഇവിടെ ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടും അതുപോലെ തന്നെ അവരുടെ സ്കെലിറ്റൻസ് ഒക്കെ ഇവിടെ മ്യൂസിയത്തിലെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനോടൊപ്പം തന്നെ അവിടുത്തെ പഴയകാല വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ അവരുപയോഗിച്ചിരുന്ന വെപ്പൺസ്, അതിൻ്റെ കൂടെ തന്നെ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേയധികം ഹാൻഡിക്രാഫ്റ്റ്സൊക്കെ ഇവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. ഈ നാഷണൽ മ്യൂസിയത്തിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവരുടെ സ്നേക്ക് പാർക്ക്. അപ്പോൾ നമുക്ക് കമ്പൈനായിട്ട് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. സെപ്പറേറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് വില കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഞങ്ങൾ കമ്പൈൻഡ് ആയിട്ടുള്ള ടിക്കറ്റാണ് എടുത്തത്, മ്യൂസിയവും സ്നേക്ക് പാർക്ക് കാണാനായിട്ട്. അപ്പോൾ മ്യൂസിയത്തിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്ന വ്യൂ ആണത്. നല്ല രസമായിരുന്നു, നിറയെ കാടും അതുപോലെ തന്നെ ഭയങ്കര ഗ്രീൻ ആയിട്ടുള്ളൊരു പ്ലേസാണ്. അങ്ങനെ ഞങ്ങൾ സ്നേക്ക് പാർക്കിലെത്തി.
ഇതാണ് കേട്ടോ സ്നേക്ക് പാർക്ക്. അപ്പോൾ ഇവിടെ ഈ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് നമുക്ക് ആ ഒരു ഏരിയയിൽ തന്നെ ഒത്തിരി സ്നേക്സിനെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വിഷമില്ലാത്ത സ്നേക്കാണെന്നാണ് പറഞ്ഞത്. ഏകദേശം ഒരു 30-40 സ്നേക്ക് ആ ഒരു ഏരിയയിലുണ്ടെന്നാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ ഈ വോള് ഭയങ്കര മിനുസുള്ളത് കൊണ്ട് തന്നെ ഈ സ്നേക്ക് ഈ വോള് വിട്ട് ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് വരില്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ കാണുന്ന പോലെ തന്നെ പലതരം സ്നേക്കുകളെ നമുക്ക് ചില്ലിൻ്റെ കൂട്ടിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. അങ്ങനെ താല്പര്യമുള്ളവർക്ക് ചില ആനിമൽസിനെയൊക്കെ നമുക്ക് കയ്യിലെടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു ഫാമിലി അവരൊരു പച്ച നിറമുള്ള ഓന്തിനെ അവർ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ചെറിയ കൗതുകം കൂടുതലുള്ളത് കൊണ്ട് തന്നെ ആ ഓന്തിനെ ഞാനെടുത്ത് മേത്ത് വെച്ചു. പക്ഷെ ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ അതിനെ കാണാനായിട്ട്. ഫുള്ള് ഗ്രീൻ കളറിലുള്ള ഒരു ഓന്തായിരുന്നു. അപ്പോൾ അതിൻ്റെ തന്നെ ചെറിയൊരു ബേബി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് വലിപ്പമുള്ളതാണ് അയാളുടെ കയ്യിലിരിക്കുന്നത്. അതിൻ്റെ ചെറുതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. പിന്നീട് അതിൻ്റെ ബേബി വളരെ ചെറിയ ഒരു ഓന്തിനെ കയ്യിലെടുത്ത് വെച്ചു. അപ്പോൾ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. പക്ഷെ പിടിക്കാനൊക്കെ പേടിയായിരുന്നു. ആ ഒരു ഏരിയയിൽ നിറയെ സ്നേക്ക് ഉണ്ട്. ഒരു സ്നേക്ക് മരത്തിൽ നിന്ന് ചാടിയതാണ് കണ്ടത്. നമ്മളെവിടെ നോക്കിയാലും അതിൻ്റെ ഉള്ളിൽ പാമ്പിനെ കാണാൻ പറ്റും. അപ്പോൾ അതൊരു ഭയങ്കര രസമുള്ള കാഴ്ചയായിരുന്നു. പാമ്പുകളിങ്ങനെ ഫ്രീ ആയിട്ട് അതിലിട്ടേക്കുന്നത്. സാധാരണ നമ്മൾ കാണുന്നത് ചില്ലിൻ്റെ കൂടിൻ്റെ ഉള്ളിൽ ഒരു പാമ്പോ 2 പാമ്പോ അല്ലേ. അപ്പോൾ ഇതിങ്ങനെ കുറേ പാമ്പുകളെ കണ്ടപ്പോൾ ഒരു ഇത്. അതുപോലെ തന്നെ അവിടെ നിറയെ ടേർട്ടിൽസും റാബിറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ടേർട്ടിൽസിനെ ഇതുപോലെ തന്നെ കയ്യിലൊക്കെ നമുക്ക് പിടിക്കാം. അതുപോലെ തന്നെ വിഷമില്ലാത്ത പൈത്തനെയൊക്കെ നമുക്ക് ഇതുപോലെ കയ്യിൽ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ അവിടെ ക്രൊക്കഡൈൽസും അതുപോലെ തന്നെ വേറെ കുറച്ച് ആനിമൽസും കൂടി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ ഒരു വെള്ളത്തിൻ്റെ സൗണ്ട് കേട്ടു. അത് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് നടന്നു. അപ്പോൾ ഞങ്ങൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ അത്. ഇത് എവിടെ നിന്ന് വരുന്നതാണ് എന്ത് വെള്ളമാണെന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല. പക്ഷേ ഒരു ചെറിയ വെള്ളച്ചാട്ടം കണക്കെ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അത് വാട്ടർ കുറച്ച് ചെളിവെള്ളം പോലത്തെ ഒരു വെള്ളമായിരുന്നു. അതിൻ്റെ സൈഡിൽ തന്നെ നല്ല ഭംഗിയിൽ ബാമ്പൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ എന്താണ് ഈ സംഭവം എന്ന് മനസ്സിലായില്ല. അത് ചോദിക്കാനായിട്ട് പരിസരത്ത് ആരെയും കണ്ടുമില്ല. കുറച്ച് നേരം ഇതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയി.